നമ്മുടെ ഒരു നാട് നോക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആക്ച്വലി ഇത്രയും ക്ലോസ് ആയിട്ടാണ് ഓടിക്കാറ്. പിന്നെ ഞാൻ ആ പാളയത്തിൽ കൂടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പാളയത്തിൽ കൂടെ ഒക്കെ നോക്കുന്ന സമയത്ത് മുതലാളി എനിക്ക് വയ്യ, ഫുൾ ടൈം അലാം അടിച്ച്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിസ്റ്റം വോളിയം ഭയങ്കര കൂടുതലാണ്. ഞാൻ സിസ്റ്റം വോളിയം കുറച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ. അപ്പോൾ ഈ വണ്ടിക്ക് എത്ര കോസ്റ്റ് ചോദിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 24 lakhs വരുന്നുണ്ട്. 24 lakh ഈ വണ്ടിയൊക്കെ വാങ്ങണം, നമുക്ക് ആ കാശിനൊരു ബെൻസൊക്കെ വാങ്ങിച്ചോളെന്ന് ചോദിച്ചു. വാട്സ്ആപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ക്രെറ്റയാണ്. അപ്പോൾ വരൂ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അപ്പം ഞാനിന്ന് ഉള്ളത് നമ്മുടെ തന്നെ നാടാണ്, കോഴിക്കോട്ടിലാണ്. അപ്പം ഇതൊരു എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അതായത് ക്രെറ്റ കുറച്ച് ഓടിച്ച് ഉള്ളൊരു എക്സ്പീരിയൻസ് ഷെയറിങ്. ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഓടിക്കുന്നുണ്ട്. ഇൻഫാക്റ്റ് ഞാനിവിടെ വന്ന്, അതായത് ഞാൻ കോഴിക്കോട് ജില്ലയിൽ വന്ന് അതിനുശേഷം മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട് ഈ ഭാഗത്തൊക്കെ വണ്ടി ഓടിച്ച്, അതായത് ഈ ഭാഗത്തൊക്കെ എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ട്രിപ്പിനൊക്കെ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഇന്ന് ഈ വണ്ടി തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് ആണെന്ന്. ഇന്നൊരു മഴയൊക്കെയാണ്. ആക്ച്വലി ഇതിപ്പം രാവിലെയാണ്, ഏർലി മോർണിംഗ് ആണ്. ഇൻഫാക്റ്റ് 7-7:30 ആയിട്ടുള്ള സമയം. അപ്പം ഇത് ഓടിച്ചിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ആണ്. അങ്ങനെ ഒരു റിവ്യൂ ഒന്നും വിളിക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ കുറച്ച് കാർസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യാനൊരു താല്പര്യം ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് കാറിൻ്റെ വീഡിയോ ആയ ഫോർഡിൻ്റെ വീഡിയോയിൽ നല്ലൊരു റെസ്പോൺസ് കിട്ടിയാൽ ഐ എം റിയലി ഹാപ്പി. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം മുന്നോട്ടേക്ക് പോകുന്നത്. ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ ക്രെറ്റയുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ വണ്ടി ആക്ച്വലി എൻ്റെ ഒരു വ്യൂ പോയിന്റ് കാണണമെന്നുണ്ടെങ്കിൽ പറയാം. ഇൻഫാക്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് പേഴ്സണൽ ട്രിപ്സ് ഉണ്ടെങ്കിൽ അതിന് പോകും. അതല്ലെങ്കിൽ ഞാനൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു ട്രിപ്പിന് പോയതിന് ശേഷമായിരിക്കും നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വണ്ടിയുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഓടിക്കുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയായിട്ടുള്ള ഹ്യുണ്ടായ് ക്രെറ്റയുടെ 1.5 ഡീസൽ ഓട്ടോമാറ്റിക് ടർബോ ആണ്. ഇത് ടോപ്പ് ഓഫ് ദ ലൈൻ വെഹിക്കിളാണ്. SXO എന്ന് പറയും ഈ ഒരു വേരിയൻറ്റ്. അപ്പം ഇതിൻ്റെ ടോപ്പ് ഓഫ് ദ ലൈൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ വേരിയൻസ് ഒക്കെ നോക്കി. ഇപ്പം വേരിയൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ് ആക്ച്വലി ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെങ്കിൽ. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഫൈനലി ഞാൻ ഇതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും വാക്ക് ത്രൂ ചെയ്തതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ച എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം ഒരു സാധാരണക്കാരന് എന്തൊക്കെയൊക്കെ വേണം, പിന്നെ ഒരു ലക്ഷറി പോയിന്റ് ഓഫ് വ്യൂ ഒന്നും എന്തൊക്കെയൊക്കെ വേണമെന്ന്. ഇതേ പോകുന്നൊരു കറക്റ്റാണ്. ഭയങ്കര ലുക്കാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ലുക്കിൽ തന്നെ തുടങ്ങാം ആക്ച്വലി. അപ്പം ഇത് പുതിയ ഫേസ് ലിഫ്റ്റ് വേർഷനാണ്. അപ്പം എൻ്റെ ഒരു ലൈൻ ഓഫ് തോട്ട് ക്രെറ്റയുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രെറ്റയുടെ ഇത് 3ാമത്തെ വേരിയൻ്റ് ആണ്, 3ാമത്തെ ജനറേഷനാണ്. അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ ക്രെറ്റ നോക്കിക്കണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ക്രെറ്റ വന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ, മോശമില്ലാത്തൊരു കാറ്, അങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിലായി അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ ഇറങ്ങിയ സമയത്ത് എനിക്ക് അതിൻ്റെ ലുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇൻഫാക്റ്റ് ആ ഒരു ലുക്ക് കൊണ്ട് തന്നെ എനിക്ക് ഓടിക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ബേസിക്കലി ഹാർഡ്വെയർ ഇസ് ഓൾ സെയിം, പക്ഷേ ആ ഒരു ലുക്ക് എനിക്ക് ദഹിക്കാൻ പറ്റിയില്ല. പക്ഷേ റോഡിനകത്ത് ക്രെറ്റയുടെ എമൗണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു മൈനോറിറ്റിയാണെന്ന്. കാരണം ആ ക്രെറ്റ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അത് കഴിഞ്ഞാൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഞാനൊരു മൈനോറിറ്റിയാണെന്ന് അതിന് തന്നെ മനസ്സിലായി. അത് കഴിഞ്ഞ് തേർഡ് ജനറേഷൻ ക്രെറ്റ ഇറങ്ങിയപ്പം എനിക്കിതിൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഈ വണ്ടി ഒന്ന് എനിക്ക് ഓടിച്ച് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെയാണ് നമ്മുടെ മലപ്പുറത്തുള്ള ക്ലാസിക് ഗ്രൂപ്പിൻ്റെ എന്നാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. നിങ്ങൾക്ക് ക്ലാസിക് ഗ്രൂപ്പിനെ അറിയുന്നുണ്ടാവും. നമ്മുടെ ചാനലിൽ തന്നെ അവരുടെ പല വണ്ടികളും നമ്മൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഔട്ട് ഓഫ് ഓൾ ദ 3 മോഡൽസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രെറ്റയാണത്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ട് സെക്ഷൻ എന്ന് പറയുന്നതും ബാക്ക് സെക്ഷൻ എന്ന് പറയുന്നതും കുറേ കൂടെ ബോക്സി ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഫ്രണ്ടിൽ നിന്നും കാണുന്നതിനേക്കാളും എനിക്ക് ബാക്കാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അതായത് ഒരു വമ്പൻ ഒരു ലുക്കാണ് ആക്ച്വലി. അതൊരു വളരെ പ്രീമിയം കാറിൻ്റെ ഒരു ലുക്കാണ് ബാക്കിൽ നിന്ന് വരുന്നത്. സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ക്രെറ്റയുടെ ആ ഒരു ഫ്ലോയിങ് ഡിസൈൻ തന്നെയാണ് വന്നത്. അതായത് അത്രത്തോളം ബോക്സി ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ ഓവറോൾ ഈ ഒരു വണ്ടി ഐ ക്യാച്ചിങ് വണ്ടിയാണെന്ന് തന്നെ പറയണം. പിന്നെ റോഡിൽ ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് വേരിയൻ്റ് ആണെന്നാണ് ഇപ്പം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംശയമില്ല, പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. എഗെയിൻ ഇതൊരു പേഴ്സണൽ വ്യൂ മാത്രമാണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എസ്തെറ്റിക്സ് ഒന്നുമല്ല ഈ ചാനൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്, ഇത് ഡ്രൈവ് ഫീലാണ്. പുറകിൽ നിന്നും കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പം പുറകിൽ നിന്നും കണ്ട് ഇഷ്ടപ്പെടാൻ എനിക്ക് ഒരു കാരണം കൂടെ ഉണ്ട്. അതായത് ഞാൻ ഈ ഐണിക് 5ൻ്റെ ഒരു വലിയൊരു ഫാനാണ്. ഐണിക് 5 എന്ന് പറയുന്നത് ഭീകര ലുക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ പുറകിൽ നിന്ന് കാണുന്നുണ്ട്. ഇതേ പോകുന്നൊരു ക്രെറ്റ, മൊത്തം ക്രെറ്റയാണ് തോന്നുന്നു കേട്ടോ കോഴിക്കോട്. അപ്പോൾ ഐണിക് 5ൻ്റെ ചെറിയൊരു
ചായ കാച്ചൽ എവിടേക്കോ തോന്നിയിട്ടുണ്ട് റെയർ സൈഡിൽ നിന്ന് നോക്കുന്ന ഒരു സമയത്ത്. പിന്നെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കര പ്രീമിയം ഇൻറ്റീരിയേഴ്സാണ്. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പം ഓൾമോസ്റ്റ് 24 lakh വരുന്നൊരു വണ്ടിയാണ്. അതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ജസ്റ്റിഫയബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി പ്ലാസ്റ്റിക്സ് ഒക്കെയാണ് കാണുന്നത്. അതുമാത്രമല്ല സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴും ഓടിച്ചുകൊണ്ട് നടക്കാൻ താല്പര്യമുള്ള രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. കംപ്ലീറ്റ് സർക്കിൾ അല്ല, ഇവിടെ ഒരു ഫ്ലാറ്റ് പോർഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യുന്ന സെക്ഷൻ, അതായത് ഇവിടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്യാം, ഇവിടെ ഹോൾഡ് ചെയ്യേണ്ടവർക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാം, ഇങ്ങനെ ഓടിക്കേണ്ടവർക്ക് ഇങ്ങനെ ഓടിക്കാം. അതായത് ഏത് രീതിയിൽ കൈവച്ച് ഓടിക്കുന്ന ആൾക്കാർക്കും ഉള്ള ഒരു ഓപ്ഷൻ ഈ സ്റ്റിയറിങ്ങിനകത്ത് കാണുന്നുണ്ട്. മാത്രമല്ല ഭയങ്കര ഒരു പ്രീമിയം ഫീലാണ് ഈ സ്റ്റിയറിംഗ് തരുന്നത്. ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മോസ്റ്റ്ലി എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതായത് കോൾ അലേർട്ട്, മ്യൂസിക്കിൻ്റെ വോളിയം കൂട്ടുക കുറയ്ക്കുക, പിന്നെ മ്യൂസിക് സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. റൈറ്റ് സൈഡിൽ വരുന്ന ഒരു സമയത്ത് നമുക്ക് ക്രൂസ് കൺട്രോൾ, അങ്ങനെ ADAS റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോങ് ആയിട്ടുള്ളൊരു കോൺസോളാണ്, ഡാഷ്ബോർഡാണ്. അതിൽ ഈ സ്ക്രീൻ എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രീൻ ഇവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. ഇതിനിടയിലുള്ള ഡിസ്പ്ലേ ഒന്നുമില്ല. ആ ഡിസ്പ്ലേ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്തതിന് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ടക്കോമീറ്ററും സ്പീഡോമീറ്ററും ഒക്കെ തന്നെ ഡിജിറ്റലാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ലിറ്റപ്പ് ചെയ്ത് വരുന്നൊരു സിസ്റ്റമാണ്. ഇവിടെ കാണുന്നതാണ് പിന്നെ ഇതിൻ്റെ ഈ ടോപ്പ് എൻഡ് മോഡലിൽ വരുന്ന ഫുൾ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഭയങ്കര പ്രീമിയം ഫീൽ തന്നെയാണ്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഇതൊരു നമ്മളൊരു വലിയൊരു ഹൈ എൻഡ് കാറിലേക്ക് കയറി എന്നുള്ളൊരു ഫീൽ നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. പിന്നെ ചെറിയൊരു ഡിഫറൻസ്, അതായത് ഒരു കൺവെൻഷണൽ കാർ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഒരു 2020 മുന്നേ ഉള്ള ഇതുപോലെയുള്ള ഡിസ്പ്ലേ ഇല്ലാത്ത കാറുകളെ വെച്ച് നോക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ കംപ്ലീറ്റ് കോൺസോൾ കുറച്ചും കൂടെ അങ്ങോട്ട് തള്ളി നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാറ്റായി നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം പണ്ടത്തെ നമ്മൾ റെഗുലർ നീഡിൽ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് ഹാർഡ്വെയർ നീഡിൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കോൺസോളൊക്കെ കാണുകയാണെങ്കിൽ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇതെല്ലാം അവിടെ ഇരിക്കുന്നു, നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് ഇരിക്കുന്നു എന്നുള്ളത്. ബട്ട് അതർവൈസ് ഇൻറ്റീരിയേഴ്സൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മൊത്തത്തിൽ ഇവിടെ കുറച്ച് സ്വിച്ചസ് ഒക്കെ ഉണ്ട്. ഇത് കുറച്ച് ക്ലങ്കി ആയിട്ട് ഫീൽ ചെയ്യും, ബട്ട് ഐ ഗോട്ട് ആക്ച്വലി യൂസ് ടു ദിസ്. ഞാൻ പിന്നെ കുറച്ചുകൂടെ സ്വിച്ച് പ്രിഫർ ചെയ്യുന്ന ആളാണ്. എസ്പെഷ്യലി ഞാൻ ടച്ച് സ്ക്രീനിലുള്ളതൊക്കെ ഇൻഫോർടൈൻമെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീനിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് അതർവൈസ് ഈ പറഞ്ഞ പോലെ കോഷൻ ലാമ്പൊക്കെ എനിക്ക് കുറച്ചുകൂടെ താല്പര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് സ്വിച്ചസ് ആണ്. കാരണം അതൊക്കെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഹാർഡ് സ്വിച്ചാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ ഐ റിയലി ലവ്ഡ് ഇറ്റ്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്വിച്ച് ഗിയേഴ്സ്. മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരു പാട്ടുപെട്ടി പോലെ തോന്നുമെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് കൂളാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇതിന് പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് മോഡ്സാണ് വരുന്നത്. ആദ്യം ഒരു പാർക്ക് വരുന്നുണ്ട്, പിന്നെ റിവേഴ്സ്, ന്യൂട്രൽ, പിന്നെ ഡ്രൈവാണ്. ഡ്രൈവ് ഇങ്ങനെയാണ്. ഡ്രൈവിൽ നിന്ന് ഇപ്പോൾ സ്പോട്ടിലേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് തട്ടിയാൽ മതി. സ്പോട്ടിലിട്ടതിന് ശേഷം നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് നല്ലതുപോലെ റവ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാം. പിന്നെ ഡ്രൈവിലിട്ട് യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ഡ്രൈവിൽ തന്നെ ഈക്കോ മോഡിൽ ഓടിക്കണോ സ്പോർട്ട് മോഡിൽ ഓടിക്കണോ എന്ന് നോക്കാൻ വേണ്ടി ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം, അത് യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയാം, പക്ഷേ ചിലർക്കൊക്കെ യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്സ് വന്നിട്ടുണ്ട്. അപ്പം ADAS ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ അവനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയെന്നാണ് നമ്മുടെ ADAS വരുന്നത്. ADASൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. ബട്ട് ഞാൻ പറഞ്ഞു വന്ന പാർക്കിംഗ് ബ്രേക്കാണ്. അപ്പം പാർക്കിംഗ് ബ്രേക്ക് ഇപ്പോൾ ഇലക്ട്രോണിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ കൺവെൻഷനലായിട്ട് യൂസ് ചെയ്തു വന്ന ആൾക്കാർ, അപ്പോൾ 10 കൊല്ലം 20 കൊല്ലമൊക്കെ നമ്മുടെ മറ്റേ വലിച്ചെടുക്കുന്ന ലിവറിലൊക്കെ ഉപയോഗിച്ച ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വലിക്കാനൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതിൽ ഒന്ന് തൊട്ടാൽ മതി. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നമ്മുടെ ചേട്ടന്മാർ ഭാര്യമാരെ കൊണ്ട് പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നു. ഇതൊന്ന് നീ വലിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 1000 രൂപ തരാം, 10,000 രൂപ തരാം എന്നൊക്കെ പറഞ്ഞ പ്രാങ്ക് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ചേച്ചിമാരൊന്നും ഇനി പ്രാങ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രോണിക്കലി പാർക്കിംഗ് ആണ്. ജസ്റ്റ് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പാർക്ക് ബ്രേക്സ് ഓൺ ആവും. അപ്പോൾ നമുക്ക് ബ്രേക്ക് നമ്മൾ ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഫീൽ അറിയും, ഒരു ശബ്ദവും കേൾക്കും. ഓക്കെ, പിന്നെ അതിൽ നിന്ന് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് മോഡിലേക്ക് ഇട്ടാൽ മതി, ഓട്ടോമാറ്റിക്കലി റിലീസ് ആകും. അപ്പോൾ അത് കുറേ കൂടെ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ വെന്റിലേറ്റഡ് സീറ്റ് കാണുന്നുണ്ട്. എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നലെ ഞാൻ ട്രിപ്പിന് പോയ സമയത്ത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പോകുന്ന സമയത്തല്ല, വരുന്ന സമയത്ത്. കാരണം പോകുന്ന സമയത്ത് ഏർലി മോർണിംഗ് ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. വരുന്ന സമയത്ത് എങ്ങനെ യൂസ്ഫുൾ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന സമയത്ത് നല്ല ചൂട് കുറച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇതിട്ടപ്പം നല്ല സുഖത്തിലാണ്. അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് തണുപ്പിച്ച് കുറേ നേരം കഴിഞ്ഞ് ഐസിൻ്റെ മുകളിൽ ഇരുത്തുന്ന ഒരു സിസ്റ്റം അല്ല ഇതിൻ്റെ വെന്റിലേറ്റഡ് സീറ്റ് എന്ന് പറയുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്ന അതാണ്. അപ്പം ഇന്നലെ എൻ്റെ കോ ഡ്രൈവറിന് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊരു അഡാപ്റ്റീവ്നെസ് ഉണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ തണുപ്പിച്ചിരിക്കുന്നൊന്നുമില്ല. കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ പുറം വേർക്കുന്നില്ല. അതൊരു ടെമ്പറേച്ചർ
എത്തിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം പിന്നെ ആക്ച്വലി കുറച്ചു എന്താ പറയുക ഒരു ക്രൂസിങ് മോഡിലേക്ക് കയറും. അതുവരെ നമുക്ക് ആ ഒരു എയർ പമ്പ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ രാവിലെ എനിക്ക് പണി കിട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ നല്ലപോലെ ചായയും വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമാണ് ഓടിച്ചു തുടങ്ങി. ഒബ്വിയസ്ലി ബാക്കിൽ ഇതുപോലെ ഒരു സാധനം തണുപ്പിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങേണ്ടി വരും. അത് മാത്രമാണ് എനിക്കൊരു ഫീഡ്ബാക്ക് ഉള്ളത്. ഇതൊരു ബയോളജിയാണ്, ഈ കാറുമായിട്ട് വലിയ റിലേഷൻ ഇല്ല. പക്ഷേ കാർ ഓടിച്ചു തുടങ്ങുമ്പോൾ ബയോളജി വർക്കൗട്ട് ആകും. അപ്പോൾ അത് മാത്രമല്ല ആക്ച്വലി ഇത് ഡ്രൈവർ സീറ്റിനും ഉണ്ട് കോ ഡ്രൈവർ സീറ്റിനും ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള കീസ് കൊടുത്തിട്ട് ഫംഗ്ഷനിങ് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് മാത്രമല്ല എനിക്ക് വേറൊരു സംഭവം ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് AC വരുന്നത് നമുക്ക് ഡുവൽ കൺട്രോൾ AC ആണ്. അതായത് ഈ സൈഡുള്ള ആൾക്കും ഈ സൈഡുള്ള ആൾക്കും സെപ്പറേറ്റ് ടെമ്പറേച്ചേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 24 എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ 23 ആക്കുകയാണ്. അപ്പം കോ പാസഞ്ചർ സൈഡിലുള്ള ആൾക്കാർക്ക് 23 ആണ്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ജനറലി ഞാൻ കണ്ടിട്ടുള്ള പ്രോബ്ലമാണ് ബീറ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓർ ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട് രണ്ടുപേര് കാറിൽ പോകുന്ന സമയത്ത് എനിക്ക് അത്രയും തണുപ്പ് വേണ്ട, എനിക്ക് അത്രയും തണുപ്പ് വേണം എന്ന് പറഞ്ഞുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസത്തിന് ഒരു വിരാമം ഇടാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഒരേ കാറല്ല ഇതിപ്പോൾ വലിയ ഡിഫറൻസ് മേക്ക് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഞാനും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചിരുന്നത്. ബട്ട് ഫൈനലി ഐ ആം ഓൾസോ കൺവിൻസ്ഡ്. കാരണം ഇത് ഉപയോഗിച്ചൊരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ശരിക്കും വർക്കിംഗ് ആണ്. നമുക്ക് അതിൻ്റേതായിട്ടുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആനയാട് നമ്മളുടെ വ്യത്യാസത്തിലൊന്നും നടക്കില്ല കേട്ടോ. അതായത് ഇപ്പുറത്തെ 30 ഡിഗ്രി ഇടാം, അപ്പുറത്തെ 15 ഡിഗ്രി ഇടാം, അങ്ങനെയൊന്നും നടക്കില്ല. ഒബ്വിയസ്ലി ഇതിനൊരു റേഞ്ചും ഉണ്ട്. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും രണ്ട് ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. പിന്നെ റെയർ AC കൺട്രോൾസ് വരുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അവരും ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടിരിക്കാം. ഇപ്പം കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മൾ പുറകിലാണ് ഇരുത്താറുള്ളത്. ആ ഒരു സമയത്ത് നമുക്ക് അവർക്ക് അധികം തണുപ്പ് വേണ്ട. അപ്പോൾ ആ ഒരു സമയത്ത് അതും കുറച്ചുകൂടെ ക്ലൈമറ്റ് കൺട്രോളിലാണ്. പിന്നെ അത് മാത്രമല്ല നല്ല ലെഗ് സ്പേസ് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ അടുത്തൊന്നും കറക്റ്റ് ഓടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പുറകിലെ ലെഗ് സ്പേസ് വെച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പം നമ്മുടെ രാജ്യത്തൊക്കെ നമ്മളിപ്പം ഒരു കാർ വാങ്ങുന്ന സമയത്ത് നമ്മൾ 5 പേരെ എയിം ചെയ്തിട്ടാണ് കാർ വാങ്ങുക. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നോക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ഫ്രണ്ടിൽ 2 പേർക്ക് ഇരിക്കാം, പുറകിൽ 3 പേര്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തടിച്ച ആൾക്കും ഒരു മീഡിയം സൈസുള്ള ആളോ അല്ലെങ്കിൽ ഒരു മെലിഞ്ഞ ആൾക്കോ ഇരിക്കാം. 3 തടിച്ച ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ പുറകെ കുറച്ച് ടൈറ്റ് ആവുന്നതാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ട്രിപ്പിനൊക്കെ പോകുന്ന ഒരു സമയത്ത് കുറച്ചൊന്ന് ടൈറ്റ് ആവും. ബട്ട് ഓൾ ടുഗദർ നല്ല സ്പേസ് ഉണ്ട് സീറ്റിനകത്ത്. അതായത് ഒരു സെഡാൻ്റെ അത്രയും സ്പേസ് പ്രതീക്ഷിക്കരുത്. ബട്ട് ഇറ്റ് ഹസ് കെയിം എ ലോങ് വേ ഫ്രം ഇറ്റ്സ് ഫസ്റ്റ് ജനറേഷൻ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യം. ഇനിയിപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഒരുപാട് ADAS ഫീച്ചേഴ്സും ക്യാമറാസും ഉണ്ട്. അതൊരു ആക്ച്വലി ഒരു നല്ല ഫീച്ചർ തന്നെയാണ്. ചേച്ചി ഞാൻ വെക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് അത്യാവശ്യം നല്ല പഞ്ചാണ്. സ്പോട്ടിലിടാം. ഓപ്പൺ റോഡുകളൊന്നുമില്ല, നാടാണ്, അതാണ് വേറൊരു പ്രശ്നം. അപ്പം സ്റ്റിയറിങ്ങിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. അതായത് നല്ലൊരു രസമുണ്ട് ഓടിക്കാനൊക്കെ. ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ ആക്ച്വലി ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കിയതാണ്. അതായത് ഈ മൊത്തം 360 ക്യാമറയും അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിപ്പോൾ അവിടെ കുറച്ച് ക്ലോസ് പ്രോക്സിമിറ്റിയാണ്. അപ്പം ഇവൻ ഭയങ്കര പാനിക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് 360 ക്യാമറയും അതിൻ്റെ ADAS സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഡയൽസൊക്കെ മാറാം. നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അത് ക്യാമറയായി മാറും, അവിടുത്തെ വിസിനിറ്റി കാണിച്ചു തരും. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് സൈഡും നമുക്ക് കാണിച്ചു തരും. അപ്പം പൊതുവേ മിറർ നോക്കാതെ വളയ്ക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇൻ ജനറൽ മിറർ നോക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ എപ്പോഴും മിറർ നോക്കി ഓടിക്കാറുണ്ട്. ആ ഒരു സമയത്ത് എനിക്കതിപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇതായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ അവിടെയും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്കിത് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു ക്യാച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ മേലെ നിന്നുള്ളൊരു ടോപ്പ് വ്യൂവും വരും. നമുക്ക് വണ്ടിയുടെ ഇങ്ങനത്തെ ഒരു 360 വ്യൂവും കാണാൻ പറ്റും. ഇത് ആക്ച്വലി നല്ലൊരു 360 ക്യാമറേൻ്റെ ഒരു ഇതാണ്. ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ, അവൻ പറയുന്നുണ്ട് അവിടെ തട്ടാൻ പോവാ. അതായത് ഇതിന് ADAS ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ലെവൽ 2 ADAS ആണ്. അപ്പം അറിയാത്തവർക്കായിട്ട് വളരെ ബേസിക്കായിട്ട് പറഞ്ഞുതരാം. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ലെവൽ 1 ആൻഡ് ലെവൽ 2 ADAS. ലെവൽ 1 ADAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രൂസ് കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാണ് ലെവൽ 1 ADAS എന്ന് പറയാം. അപ്പോൾ ലെവൽ 2 ADAS എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടീൻ്റെ കൺട്രോളും കൂടെ എടുക്കും. അതായത് ബ്രേക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് ബ്രേക്ക് ചെയ്യും. പിന്നെ സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലൈനിൽ തന്നെ നിൽക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ റോഡ് ആക്ച്വലി ഇപ്പം കുറച്ച് ചെറുതാണ്. ഞാൻ പ്രതീക്ഷിച്ചത് ഈ റോഡ് കുറച്ചുകൂടെ നന്നാവുന്നതാണ്. അപ്പോൾ അതാണ് ലെവൽ 2 ADAS. ADAS എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത്രയും നല്ലൊരു ടെക്നോളജി ഉണ്ടായി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചൊന്ന് ഇൻട്രൂസീവ് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എസ്പെഷ്യലി ഓടിക്കാൻ അറിയുന്ന ആൾക്കാർക്കായിരിക്കും ഇൻട്രൂസീവായിട്ട് തോന്നുക. അത് കുറച്ച് ഓടിച്ച് പരിചയം വരുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു. അപ്പം ഇതും ഈ കാറുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണെന്ന് വിചാരിക്കുക. അതായത് ചെറിയൊരു റോഡ്, നമ്മുടെ നാട്ടിലെ സ്ഥിതി അറിയാമല്ലോ, ചെറിയൊരു റോഡിലൊക്കെ കയറി കഴിഞ്ഞാൽ 4 പാടും സെൻസർ വളരെ അടുത്താണ് മതിലെന്ന് കാണിക്കും. അല്ലെങ്കിൽ ഈ എന്താ പറയുക ഇലകളൊക്കെ ഉള്ളപ്പോൾ അതും കാണിച്ചു തുടങ്ങും. ആ സമയത്ത് ഇവൻ വന്ന് നമ്മളുടെ അടുത്ത് മൊലാളി അവിടെ തട്ടാൻ പോകുന്നു, മൊലാളി ഇവിടെ ഇടിച്ച് പൊളിഞ്ഞു, മൊലാളി എന്താ ചെയ്യുക ഇങ്ങനെ ചോദിച്ചിട്ട് ഇവൻ
ബഹളമയം. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, എടാ എന്താ പ്രശ്നം, അവിടെ തട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഇവൻ പറഞ്ഞു, ആ മുതലാളി തട്ടി ചത്ത് അല്ല ചത്ത്, അവിടെ നമുക്കൊന്നും കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ പ്രശ്നമാക്കാൻ തുടങ്ങി. ഓ ലൂഫിയിലും കാണിച്ചല്ലോ, പറഞ്ഞ് തീർന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി ഒന്ന് കുറച്ച് മുന്നോട്ട് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെ ആക്ച്വലി ഒരു ബസ്സിൻ്റെ കണ്ടക്ടർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ അവിടെ സ്ഥലമുണ്ടോ, എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്തിരി അടുപ്പിച്ചാണ് എടുക്കുന്നത് പറഞ്ഞപ്പം ആ ചേട്ടൻ എൻ്റെ അടുത്ത് കൊണ്ട് ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടത്. അപ്പം ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആയി. ഞാനൊന്ന് പുറത്ത് പോയി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ എഡാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ ആ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ ഇവൻ പറയുന്നത് ഇത് തട്ടി, അതായത് ഡേഞ്ചർ സോണിലേക്ക് കയറി എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു നാട് നോക്കുകയാണ്, നോർത്ത് ഇന്ത്യയിലെ ലെവലിലേക്കൊന്നുമല്ല പറയുന്നത്, നമ്മുടെ ഒരു നാട് നോക്കുന്ന ഒരു സമയത്ത് നമ്മൾ ആക്ച്വലി ഇത്രയും ക്ലോസ് ആയിട്ടാണ് ഓടിക്കാറ്. പിന്നെ ഞാൻ ആ പാളയത്തിൽ കൂടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പാളയത്തിൽ കൂടെ ഒക്കെ നോക്കുന്ന സമയത്ത് മുതലാളി എനിക്ക് വയ്യ, ഫുൾ ടൈം അലാം അടിച്ച്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സിസ്റ്റം വോളിയം ഭയങ്കര കൂടുതലാണ്. ഞാൻ സിസ്റ്റം വോളിയം കുറച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ തലവേദന എടുത്തു പോയി കുറേ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പറയാം എഡാസ് ഇസ് ഗുഡ്, ആക്ച്വലി വെരി ഗുഡ്. ബട്ട് ദ തിങ് ഇസ് നമ്മുടെ ഒരു ഡ്രൈവിംഗ് കണ്ടീഷനിൽ വരുന്ന സമയത്ത് ഇവൻ ആക്ച്വലി പാനിക് ചെയ്ത് ഇവൻ ഫുൾ ടൈം മൊയലാളി എന്ന് വിളിച്ചിട്ട് ബഹളമയമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ഓക്കെ, നമുക്ക് ടേൺ ഓഫ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഒരു അഡീഷണൽ സേഫ്റ്റി ഫീച്ചറാണ്, ഞാൻ മോശം പറയില്ല. ബട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു യൂസർ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. എസ്പെഷ്യലി വണ്ടി ഓടിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രൂസീവ് ആയിട്ട് തോന്നും. പിന്നെ ഒരു സംഭവം എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലോറി ആക്ച്വലി വട്ടം കയറി. ആ വട്ടം കയറുന്ന സമയത്ത് എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രസീവ് ബ്രേക്കിംഗാണ്. അതിനിടയിൽ ക്രെറ്റ നമ്പൂടിയിട്ട് കയറി ഒറ്റയ്ക്ക് അങ്ങ് ബ്രേക്ക് പിടിച്ചു, ഒരൊറ്റ ചാമ്പ്. ആ ചാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചാമ്പിയ സമയത്ത് ഞാൻ റെയർ വ്യൂ മിററിൽ കാണുന്നതിന് 3 സ്കൂട്ടർക്കാർ വന്നിട്ട് ചേട്ടാ എന്താ പറ്റിയ? ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, നമ്മുടെ പയ്യൻ പുതിയതാണ്, അപ്പം അവന് ഇതൊന്നും പരിചയമില്ല, അതിൻ്റെ പ്രശ്നം കൊണ്ട് പറ്റിയതാന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഞാൻ റിവേഴ്സ് അടിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെ പുറകിൽ നിന്ന് കുറച്ച് അപ്പുറത്തായിട്ടാണ് ഒരു ഓട്ടോ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എഗെയിൻ അളിയൻ വിചാരിച്ചു ഞാനത് കണ്ടിട്ടേ ഇല്ലയെന്ന്. അപ്പോൾ നമുക്കിതിനൊക്കെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, കാരണം ആ റോഡ് ഫ്രീ ആയിരുന്നു. എനിക്കറിയാം ആ ഓട്ടോക്കാരനെ നിർത്തേണ്ട ഒരു ആവശ്യമില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ അയാൾക്ക് എന്നെ ഇടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇവൻ കയറി ഒറ്റയ്ക്ക് ബ്രേക്ക് പിടിച്ചു. അപ്പോൾ ആ ഒരു ഇൻട്രൂസീവ്നെസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. മേ ബി ഒരു പക്ഷേ ഹ്യുണ്ടായുടെ നെക്സ്റ്റ് ജനറേഷനിൽ ഈ എഡാസിന് കുറച്ചുകൂടെ എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് സെൻസിറ്റിവിറ്റിയും കൂടെ കാണിക്കണം നന്നായിരിക്കും. അതായത് ആക്ച്വലി കയറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി എത്ര ഡിസ്റ്റൻസ് ഉണ്ട് ഒരു കൊലീഷന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നന്നാവും. ഞാൻ പറയുന്നത് ആ ബ്രേക്കിങ്ങിൻ്റെ കാര്യമല്ല, ബ്രേക്കിംഗ് സ്റ്റിൽ ഇറ്റ് ഇസ് ഓക്കെ. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളെ പെട്ടെന്ന് ഓടിച്ച് എവിടെയെങ്കിലും പോയി അട വയ്ക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇത് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രോക്സിമിറ്റി സെൻസസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ലൈനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ബഹളമയമാണ് അലാം അടിച്ചിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ സൈഡ് മിറേഴ്സിൽ നമുക്കൊരു വാർണിംഗ് കാണിക്കുന്നുണ്ട് ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വെഹിക്കിൾസ് ഉണ്ട്. അപ്പം സേഫ്റ്റി വൈസ് ഇറ്റ് ഇസ് വെരി ഗുഡ്. പിന്നെ അത് മാത്രമല്ല ഞാനിപ്പോൾ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഇതുപോലെയായിരുന്നു ഞാനിവിടെ വന്നതിന് ശേഷം. മൊത്തം മഴയാണ്. ബ്രേക്കിംഗ് എനിക്ക് ഭയങ്കര നന്നായിട്ട് തോന്നി. സസ്പെൻഷൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സ്റ്റിഫർ സൈഡാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ഇറ്റ്. ഡ്രൈവ് കംഫർട്ട് നല്ല രീതിയിലുണ്ട്. അതായത് ഇന്നലെ ഞാൻ ഓടിച്ച റോഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എവിടെയോ പാലക്കാട് ഉൾഗ്രാമത്തിലേക്കാണ് ഓടിച്ചത്. റോഡൊന്നും പ്രത്യേകിച്ചില്ല, കാഴ്ചകളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, പക്ഷേ റോഡൊന്നുമില്ല. എൻ്റെ കൂടെ ഇരുന്നവരൊക്കെ കാഴ്ച നോക്കിയിരിക്കുമ്പോൾ ഞാൻ റോഡ് നോക്കിയിട്ടാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് അവർക്ക് നല്ല രീതിയിൽ കംഫർട്ട് ഉണ്ടായിരുന്നു. വലിയ ബോഡി റോളോ കാര്യങ്ങളൊന്നുമില്ല. ഹൈ സ്പീഡ് വന്ന സമയത്തും ബോഡി റോൾസ് അധികമില്ല. ഹമ്പ് കയറുന്ന ഒരു സമയത്തോ കുഴി ചാടുന്ന സമയത്തൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് ഒക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ടയറിൻ്റെ ഗ്രിപ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ആ ഒരു മലപ്പുറം ജില്ലയിലൊക്കെ കുറേ ഇങ്ങനെ ഒരു കേർവ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഞാൻ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ വണ്ടി ഗ്രിപ്പ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ ഇറ്റ് ഇസ് ഇൻ ജനറൽ എനിക്കൊരു ഡ്രൈവ് ഫീഡ്ബാക്ക് നന്നായിട്ട് തോന്നി. ഇനി എഞ്ചിനെ കുറിച്ച് പറഞ്ഞില്ല, സ്പോർട്ട് മോഡ് ഇട്ടു. ഇതൊരു 1.5 ലിറ്റർ ടർബോ എഞ്ചിനാണ്. അപ്പം ആ ഒരു ചെറിയൊരു ടർബോ ലാഗ് ഉണ്ട്. മൊത്തത്തിലുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഡിലേ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു ടോർക്ക് കൺവേർട്ടർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് ഓവർ 1.5 ലിറ്റർ എഞ്ചിൻ അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വണ്ടിയിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് നോക്കിയിട്ട് അത് ടോർക്ക് കൺവേർട്ടറാണ്, DCDയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ടോർക്ക് കൺവേർട്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡിലേ ഇതിനകത്തും കാണാൻ പറ്റുന്നുണ്ട്. മോശമായ കാര്യങ്ങളൊന്നുമില്ല എന്ന് വെച്ച് അങ്ങനെ ബഹുഭീകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പവറിനെ കുറിച്ചാണ് സംസാരിച്ചത്. പവറിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ GoPro പണി മുടക്കി. GoProൻ്റെ ഓവർ ഹീറ്റായിട്ട് പവർ പോയി. അപ്പം സ്പോർട്ട് മോഡിലിട്ടിട്ട് കണ്ടല്ലോ, ഒട്ടും ട്രാൻസ്മിഷൻ ഡിലേ ഒന്നും ഇല്ലാതെ തന്നെയാണ് വണ്ടി എടുക്കുന്നത്. ഭയങ്കര കൂളാണ്. മൊത്തത്തിലുള്ളൊരു ഫീഡ്ബാക്ക്, എഞ്ചിൻ വളരെ എന്തൂസിയാസ്റ്റിക് ആണ്, ഭയങ്കര രസമാണ് ഓടിക്കാൻ, നോ ഡൗട്ട് ഓൺ ദാറ്റ്. പിന്നെ ഉള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി കുറച്ച് പുഷ് ചെയ്ത് ഓടിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം.
ഇൻഫാക്ട് കുറച്ചൊന്ന് പുഷ് ചെയ്ത് ഓട്ട് ചെയ്ത് ലോങ് ട്രിപ്പിനൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു എഫേർട്ട്ഫുള്ളാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള വണ്ടി എന്നുള്ളൊരു ഫീഡ്ബാക്ക്. അതായത് ഞാൻ പറഞ്ഞു സ്റ്റിയറിംഗ് കുറച്ചൊന്ന് ടൈറ്റാണ് ഇൻ ജനറൽ കമ്പയർഡ് ടു ജാപ്പനീസ്. ആക്സിലറേറ്റർ പെഡൽ എന്ന് പറയുന്നതും കുറച്ച് അതായത് ഹെവി ഫൂട്ടായിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. അതായത് കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊന്ന് കയറ്റി പ്രസ് ചെയ്യുന്ന പോലെ. അപ്പോൾ എനിക്ക് ഇൻ ജനറൽ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് എഫേർട്ട്ഫുൾ ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് പുഷ് ചെയ്ത് ഓടിക്കണമെങ്കിൽ. പിന്നെ പുഷ് ചെയ്ത് ഓടിക്കുന്ന സമയത്തും എന്തൂസിയാസ്റ്റായിട്ട് ആ ഒരു രീതിയിൽ ഓടിക്കുന്ന ഒരു സമയത്തും നമുക്ക് വണ്ടി നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട്. സോ ഒരു എന്തൂസിയാസ്റ്റ് എന്നുള്ള ലെവലിൽ ഞാൻ പറയുന്നത് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. ബട്ട് പ്രൊവൈഡഡ് ദാറ്റ് യു ഹാവ് ടു പുട്ട് എ ലിറ്റിൽ മോർ എഫേർട്ട് ഫ്രം യുവർ സൈഡ് മറ്റു പല വണ്ടികളും കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത്. ഇതിപ്പോൾ ഡീസൽ വേരിയൻ്റ് ആണ്. ഡീസൽ വേരിയൻ്റെ ഫീഡ്ബാക്കാണ് ഞാൻ പറഞ്ഞത്. പെട്രോൾ ആകുമ്പോൾ കുറച്ചും കൂടെ സ്മൂത്തറായിരിക്കും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിനകത്ത് കുറച്ചൊന്ന് ക്യാബിൻ നോയ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ അത് ബോദറിംഗ് ആയിട്ടൊന്നുമല്ല ഫീൽ ചെയ്യുന്നത്, കുറച്ചൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്രോൾ ആകുന്ന ഒരു സമയത്ത് അത് കുറച്ചുകൂടെ സട്ടിലായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല പെട്രോളിൽ ഒരു DCT വേരിയൻ്റ് ഉണ്ട് 1.5 ലിറ്റർ ടർബോ. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു എന്തൂസിയാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. ബട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈലേജ് അതായിരിക്കും അതിൻ്റെ ഒരു പ്രശ്നം. മൈലേജ് കുറച്ച് കുറവായിരിക്കും. ബട്ട് ഇതാകുമ്പോൾ മൈലേജും കിട്ടും, അത്യാവശ്യം നമുക്ക് പൊളിച്ച് ഓടിക്കാനും പറ്റും. ആ ഒരു ടർബോ ലാഗിൻ്റെ മേലെ പിടിച്ചാൽ മതി. ഇനി ഈ വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ്, അതായത് ഈ പെർട്ടിക്കുലർ വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 24 lakh അറൗണ്ട് ആണ് വരുന്നത്. ഇതാണ് എഡാസിൻ്റെ ഒരു ഗുണം. ഇതൊക്കെ കാണിച്ചു തരും. ഒരാളെന്നെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട് അത്. ഓക്കെ, ഈ വണ്ടി 24 lakhനാണ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആക്ച്വലി ദിസ് ഇസ് എ വെരി പ്രീമിയം വെഹിക്കിൾ. അപ്പം ഞാൻ നോക്കുന്ന ഒരു സമയത്ത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ബാഡ് ചോയ്സ്. പിന്നെ ഇതിൻ്റെ പല വേരിയൻസ് ഉണ്ട്. അതായത് 13 lakh ഓൺവേർഡ്സ് ഇതിൻ്റെ പല വേരിയൻസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക് നെസസിറ്റി നീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇഫ് യു ആർ ലുക്കിംഗ് ടു ഹാവ് എ ഗുഡ് കാർ, ഈ എഞ്ചിനും ഈ ഒരു വണ്ടിയുടെ ഡൈനാമിക്സും ആണ് ഇതിൻ്റെ ഒരു മേജർ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുവാണെങ്കിൽ 17 inch വീൽ വരുന്ന വേരിയൻറ്റിലേക്ക് നോക്കുക. നിങ്ങൾ കുറച്ച് എന്തൂസിയാസ്റ്റിക് ആണെന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വണ്ടി മതി, ക്രെറ്റ പോലത്തെ ഒരു വണ്ടി വേണം, സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി വേണം, ക്ലിയറൻസ് ഉള്ള നല്ലൊരു വണ്ടി വേണം, അങ്ങനെയൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻറ്റും എടുക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ലക്ഷറി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ മേലുള്ള വേരിയൻസ് നോക്കാം. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എടുക്കാം. ഈ ഡാഷ് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കാണാൻ ഒരു നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്. ഈ സ്പ്ലിറ്റ് AC എനിക്ക് യൂസബിൾ ആയിട്ട് തോന്നി. അത് മാത്രമല്ല വെന്റിലേറ്റഡ് സീറ്റും യൂസബിൾ ആയിട്ട് തോന്നി. പിന്നെ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ വയർലെസ് ചാർജിങ്ങിൻ്റെ എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് എ ഫാൻ ഓഫ് വയർലെസ് ചാർജിങ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കുറച്ച് ചൂടാവും. അപ്പോൾ അതിനേക്കാളും ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് നോർമൽ കേബിൾ കുത്തിയിട്ടുള്ളതാണ്. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ യു ബിക്കോസ് ഐ യൂസ് എ സാംസങ് ഫോൺ. അപ്പം എനിക്ക് അതിൻ്റെ മുകളിലൊരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇതിന് ഫുൾ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലസ്ട്രോഫോബിക് ആയിട്ട് ചില ആൾക്കാർക്ക് വോമിറ്റിംഗ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ നോക്കുന്ന ഒരു സമയത്ത് ഈ സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് കാറിനകത്ത് ലോങ് ഒക്കെ പോകുന്ന പോലെ തോന്നുന്നുണ്ട്. ഇന്നലെ നമ്മൾ 5 പേരുമായിട്ടാണ് ട്രിപ്പൊക്കെ പോയത്. ആ ഒരു സമയത്ത് എവറിബഡി വാസ് ആക്ച്വലി ഹാപ്പി വിത്ത് ദിസ് കാർ. അപ്പം പിന്നെയുള്ളൊരു ചോദ്യമായിരുന്നു, അത് ആക്ച്വലി ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഈ വണ്ടിക്ക് എത്ര കോസ്റ്റ് ചോദിച്ചു? അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 24 lakhs വരുന്നുണ്ട്. 24 lakhന് ഈ വണ്ടിയൊക്കെ വാങ്ങണം, നമുക്ക് ആ കാശിനൊരു ബെൻസൊക്കെ വാങ്ങിച്ചോളൂ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു ചേട്ടാ അങ്ങനെയാണെങ്കിൽ നല്ലൊരു ബെൻസ് 24 lakhsന് കിട്ടുന്നുണ്ടെങ്കിൽ 2 എടുത്തോന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു കമ്പാരിസണിലേക്ക് പോകരുത്. കാരണം ഓൾറെഡി കാർസിൻ്റെയൊക്കെ ഒരു വില കൂടിയിട്ടുണ്ട്. വാട്ട് യു ഗെറ്റ് ഫോർ ദിസ് 24 lakh ഈസ് ആക്ച്വലി വർത്ത്. പിന്നെ ഇനി ഒരു ബിഗിനർ ഡ്രൈവറാണ് വരുന്നതെന്ന് വിചാരിക്കുക. അതായത് കംപ്ലീറ്റ്ലി ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഈ വണ്ടി ഓടിക്കാൻ വരികയാണെങ്കിൽ ഈ പറഞ്ഞ എഡാസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ A പില്ലർ അത്രത്തോളം ഒരു വലുതല്ല. അപ്പം ഡ്രൈവബിലിറ്റിയും നല്ലൊരു സുഖമായിട്ട് തോന്നും. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻഡിൻ്റെ വിസിബിലിറ്റി കുറച്ചൊന്ന് കുറവായിട്ട് തോന്നും പുതിയ ആൾക്കാർക്ക് മാത്രം. അതായത് എഡ്ജ് അറിയുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവൻ കയറിയിട്ട് ഫുൾ ടൈം ബഹളമയമാണ്. ചേട്ടാ അവിടെ ഇടിക്കാൻ പോകുന്നു, ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഫുൾ ബഹളമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതർവൈസ് ഒന്ന് യൂസ് ടു ആയി കഴിഞ്ഞാൽ നല്ലൊരു ഡ്രൈവ് ഫീൽ കിട്ടുന്നതാണ്. നിങ്ങൾ ട്രിപ്പ് പോകാനൊക്കെ ഉള്ള ഒരു മൂഡിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിനകത്താണെങ്കിൽ 80 തന്നെ ഓടിച്ചാൽ മതി. കേരളത്തിന് പുറത്ത് പോകുന്നൊരു സമയത്ത് നിങ്ങൾക്ക് 120 ഒക്കെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഒരു 120, 140 ഈസി ആയിട്ട്. പിന്നെ ഈ അഡാസ് ഫീച്ചേഴ്സൊക്കെ കേരളത്തിന് പുറത്ത് പോകുമ്പോഴാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുക. എനിക്കറിയില്ല, ഞാൻ ഈ വണ്ടിയുമായിട്ട് ട്രിവാൻഡ്രം സൈഡിലേക്കൊന്നും പോയില്ല. മലബാർ സൈഡിൽ മാക്സ് ഞാൻ പാലക്കാട് വരെ ഓടിച്ചുള്ളൂ. അപ്പം റോഡൊക്കെ ഭയങ്കര മോശമാണ് ഈ ഒരു ഭാഗത്ത്. അത്യാവശ്യം നല്ല ഹൈ സ്പീഡ് ക്രൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരൊറ്റ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാലും കാർ നല്ലതാണ്, എഡാസ് നല്ലതാണ്, സോഫ്റ്റ്വെയർ നല്ലതാണ്, എല്ലാം നല്ലതാണെന്ന് പറഞ്ഞാലും ബീയിങ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ കമ്പ്യൂട്ടർ നമ്പൂടിയിടിക്ക് വിട്ടിട്ട് പോകരുത്. അതായത് ചിലർ പറയുമോ ഞാൻ പുറകെ പോയി ഒരു ചായ കുടിച്ചിട്ടൊക്കെ വരാമെന്ന്. അങ്ങനെയൊന്നും ചെയ്യരുത്. സോഫ്റ്റ്വെയർ ആണ്, അതിന് ഗ്ലിച്ചസ് ഉണ്ടാവും. പുറത്തുനിന്നുള്ള ഒരു ഡസ്റ്റ് വന്നിട്ട് ഈ സെൻസറിൻ്റെ മുകളിൽ ഇരുന്നാൽ പോലും അതൊരു ഇൻപുട്ടാക്കി എടുത്ത് മുന്നോട്ട് പോകാനുള്ള കെൽപ്പുള്ള സെൻസേഴ്സൊക്കെയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഈ കംപ്ലീറ്റ് കൈവിട്ടിട്ടുള്ള പരിപാടികളിലേക്കൊന്നും പോകാതിരിക്കുക. പിന്നെ നൈറ്റ് ടൈം യൂസേജിൻ്റെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അതായത് നൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഉള്ളിനകത്ത് അത്യാവശ്യം നല്ല ലൈറ്റ്സ് ഉണ്ട്. അതായത് ഈ നടുക്കുള്ള സെൻറ്റർ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആണ്. ഉള്ളിൽ എല്ലാവർക്കും കാണാൻ പറ്റും. ഡോർ തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലുള്ള ലൈറ്റും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു.
പിന്നെ ഗ്ലബ് ബോക്സിനകത്ത് ലൈറ്റ് ഞാൻ കണ്ടില്ല. പുറകെ ബൂട്ടിനകത്തും ലൈറ്റ് ഉണ്ട്, അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു രക്ഷയില്ല, അതായത് ഭയങ്കര ബ്രൈറ്റാണ്. എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ക്രെറ്റ ഓണേഴ്സ്, നിങ്ങളിപ്പോൾ വാങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇതിൻ്റെ ഹൈ ബീം യൂസ് ചെയ്യുന്നത് ഒരു മയത്തിലൊക്കെ യൂസ് ചെയ്യുക. കാരണം ഭയങ്കര ബ്രൈറ്റാണ്. ഓൺ കമ്മിങ് ട്രാഫിക്കിൻ്റെ കണ്ണടിച്ച് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ലൈറ്റ്സ് ആണ് പറയുമ്പോൾ. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ ആൻഡ് യു ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ഹിൻഡായ് ആസ് വെൽ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബോസിൻ്റെയാണ്. ആക്ച്വലി ഞാൻ ബോസിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ബോസിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഹെഡ്സെറ്റ്സ് ഉണ്ട്, ഇയർബഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പണ്ട് തൊട്ടേ സെനൈസർ ബോസ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ബ്രാൻഡ്സാണ്. എൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു റിയലി നോ ഹൗ ബോസ് സ്പീക്കേഴ്സ് വർക്ക്സ്, എനിക്ക് പറയുന്നത് ഇതൊരു ആവറേജ് യൂസേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം മൊത്തം ഇതിനകത്തുള്ള എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാബിൻ നോയ്സ് ഇത്തിരി കൂടുതലായതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു വോ ഫാക്ടർ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ഈ ഒരു ക്രെറ്റേൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ക്രെറ്റേൻ്റെ വീഡിയോ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ചെറിയൊരു പാസ്റ്റ് കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് എൻ്റെ ഫാമിലി തന്നെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇവൻ ആക്ച്വലി ക്രെറ്റ അത്രത്തോളം ഇഷ്ടമില്ലാത്തൊരു വണ്ടിയാണ്. അത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ ഹൈവേയിലേക്ക് ഒരുപാട് വണ്ടി ഓടിക്കുന്നതാണ്. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതും അല്ലാതെ ഇന്ത്യയിലേക്കൊക്കെ പോകുന്നതൊക്കെയാണ്. അപ്പോഴൊക്കെ എനിക്ക് ഏറ്റവും അനോയിങ് ആയിട്ട് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രെറ്റ ഓണേഴ്സ് പിന്നിൽ വന്നിട്ട് ഫ്ലിക്ക് ചെയ്ത് കാണിക്കുന്നത്. ഈ ഫ്ലിക്ക് ചെയ്ത് പ്രാന്താവും. ഒന്നെങ്കിൽ അവരെ നല്ല രീതിയിൽ ഗ്യാപ്പ് ചെയ്ത് പോകണം. അപ്പോൾ എൻ്റെ ഒരു ഫോർഡായിരിക്കുന്നത് 120 bhp. അത് ചില സമയത്ത് അത്രത്തോളം ഗ്യാപ്പൊന്നും ചെയ്യാൻ പറ്റുന്ന വരില്ല. അല്ലാതെ പക്ഷെ നമ്മൾ അവരെ മുന്നിൽ വിടുക എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഹൗ മൈ ജേർണി ഫ്രം എ ക്രെറ്റ ഹേറ്റർ. പക്ഷേ എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു ഇതില്ല. കാരണം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡ്രൈവർ. ഒരു കാറിൻ്റെ ഒരു പ്രശ്നമല്ല, ഡ്രൈവേഴ്സ് ഇത് മിസ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ പുറകിൽ വന്ന് ഫ്ലിക്ക് ചെയ്തിട്ടുള്ള പൊറുതി മുട്ടിയ ക്രെറ്റയിൽ നിന്ന് ക്രെറ്റ ഓടിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സും ഒരു പ്രീമിയം ഫീലും ഒരു ഇഷ്ടവും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പം സോ ദാറ്റ് വാസ് മൈ ജേർണി ത്രൂ ദ ക്രെറ്റ. അപ്പം അത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ കാറിൻ്റെ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പറയാം, നമ്മളതെടുത്ത് ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ട്രിപ്പൊക്കെ പോയതിന് ശേഷം ഞാൻ അതിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാനൊരു മന്ത്ലി 1 കാർ, അതായത് ജനറലി ഞാൻ മന്ത്ലി ഒരു 3 ബൈക്കുകളൊക്കെയാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഒരു കാറും കൂടെ എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ 3 bikes 1 car എന്നുള്ളൊരു രീതിയിൽ പോകാനുള്ള ഒരു പരിപാടിയാണ് ആസ് ഓഫ് നൗ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഗൈൻ ഞാനിതിൽ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അതും പറഞ്ഞുതരാം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. See you in the next video. Until then, bye bye.